കുട്ടു ആ സാക്കണോ അത് കാറ്റാ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഇനി നമുക്ക് റോഡിലെ കാഴ്ചകൾ കാണാം. ಸರ್ ಆಫೀಸ್ ಹೋಗಬೇಕು, ऑफिसಲ್ಲಿ ಹೋಗಬೇಕು, ಅದು ಬ್ಯಾಂಕಿಂಗ್. आप भी मेरे चैनल में आ जाएगा यूट्यूब में, बाद में भी लिंक भेजेगा मैंने, ठीक है? ഫ്രണ്ട്സ്, ഞാൻ മംഗലാപുരത്താണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും വർക്ക് ചെയ്യുന്ന ഇപ്പം വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ കമ്പനിയിൽ IT സപ്പോർട്ട്. അപ്പം കുട്ടു ആ സാക്കണോ അത് കാറ്റാ ഞാൻ പോകുന്നത് നോക്കി എൻ്റെ മോനവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു സ്റ്റാഫിൻ്റെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ക്രാഷ് ആയി. അപ്പം ഓഫീസിൽ പോയിട്ട് സ്പെയർ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് കുറച്ച് ദൂരമുണ്ട്, അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഓക്കെ, എൻ്റെ വണ്ടി കേരള രജിസ്ട്രേഷൻ ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഇനി നമുക്ക് റോഡിലെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പം നേരെ പോകുന്നത് എൻ്റെ ഓഫീസിലേക്കാണ്. എൻ്റെതൊരു US ബേസ്ഡ് കമ്പനിയാണ്. അപ്പം ഒരു മോർഗേജ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് എനിക്കൊക്കെ ഒരു പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് April 14th വരെ എക്സ്പയർ ആയി. അപ്പം ഇവിടെ ഉച്ചക്ക് 12 മണി വരെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്തിറങ്ങാമെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ വീട് സിറ്റി ലിമിറ്റിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. അപ്പം എൻ്റെ കേരള രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ടും പിന്നെ ഇത്രയധികം ദൂരം വന്നുകൊണ്ട് ചിലപ്പം പോലീസുകാർ ചെക്കിങ്ങിന് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. അപ്പം ആകെയുള്ളത് ഇതിനു മുമ്പ് എനിക്ക് HR അയച്ചു തന്നിട്ടുള്ള ഒരു ഇവിടുത്തെ എസെൻഷ്യൽ സർവീസിൻ്റെ ഒരു പാസ്സാണ്. അപ്പം അതിപ്പം വാലിഡിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്തായാലും പോയി നോക്കാം. ഇപ്പം ഈ സമയത്തൊക്കെ വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ എന്തായാലും വണ്ടികളൊക്കെ കുറയും. പക്ഷേ കേരള വണ്ടികൾ ഇപ്പം ഇവിടെ എന്തായാലും ഒരു ഈ മുന്നിൽ പോകുന്ന ഈ ടാങ്കറല്ല ഗ്യാസിന്റെ വണ്ടി കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതൊക്കെ അസെൻഷ്യൽ സർവീസ് ആയതുകൊണ്ട് എന്തായാലും അവർ കടത്തി വിടുന്നതാണ്. പക്ഷെ വേറെ ഒരു കേരള വണ്ടികളൊന്നും ഇവിടെ കാണാൻ സാധ്യതയില്ല. ഇപ്പം ഹോസ്പിറ്റലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പം കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബോർഡറിൽ നിന്ന്. ഇപ്പം ഇത് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം പമ്പൽ സർക്കിളിന് മുകളിൽ കൂടിയുള്ള പുതിയ ഫ്ലൈ ഓവറാണ്. അപ്പം എനിക്ക് അതിൽ കൂടിയാണ് ഇരുന്ന് പോകേണ്ടിരുന്നത്. പക്ഷേ എനിക്കതിനു മുമ്പ് എൻ്റെ ഓഫീസിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ നിന്നാണ് ഈ പറഞ്ഞൊരു സ്പെയർ ഹാർഡ് ഡിസ്ക് എടുക്കേണ്ടത്. അപ്പം മംഗലാപുരം ടൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിനേക്കുള്ള സർവീസ് റോഡാണ് ഇത്. ആർക്കൊക്കെ അറിയാം, അവിടെ ചെക്കിങ് പമ്പൽ സർക്കിളാണ് ഇനി മുന്നിൽ വരാൻ പോകുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താലാണ് മംഗലാപുരം ടൗണ്. പക്ഷെ അവിടെ സാധാരണ ചെക്കിങ് ഉണ്ടാവലുണ്ട്. മാത്രമല്ല, ഞാൻ 2 ദിവസം മുന്നേ പോയപ്പോൾ അവിടെ ഡബിൾ ലൈൻ ഉള്ളത് സിംഗിൾ ലൈനൊക്കെ മാറ്റിയിട്ട് ആ സിംഗിൾ ലൈനിൽ കൂടെ മാത്രമാണ് 2 സൈഡിലേക്കുള്ള വണ്ടി കടത്തിവിടുന്നത്. അതായത് കൺട്രോൾ ഒന്നുകൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ പോലീസിൻ്റെ ഒരു ദൂരെ കാണുന്നുണ്ട്, പോലീസിൻ്റെ ഒരു എന്താ പറയുക ഔട്ട് പോസ്റ്റ് പോലെ. നമ്മളെന്നെ വിളിക്കുന്നുണ്ട്. Gani, actually I'm going to office. I had to get the hard disk actually. So can you do one thing just Okay. Let me know once you reach somewhere near. Okay, maybe something. Okay. Hey, discount the call, yeah. വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. പോലീസിന്റെ ചെക്കിങ്
ಸರ್ ಆಫೀಸ್ ಹೋಗಬೇಕು, ಆಫೀಸಲ್ಲಿ ಹೋಗಬೇಕು. ಅದು ಬ್ಯಾಂಕಿಂಗ್ ಪಾಸ್ ಇದೆ ಸರ್. ಪಾಸ್ ಬೇಕು, ಪಾಸ್. ಡ್ಯೂಟಿಯಲ್ಲಿ HC 319 APC 2518. ನಮಸ್ಕಾರ. ಕಂಟ್ರೋಲ್ ಶರತ್ತುಲ್ ಆಗಿ ಕೈಗೊಳ್ಳಿ. ഇനിയൊന്ന് ഓഫീസിലേക്ക് കയറിയിട്ട് പിന്നെ ഹാർഡ് ഡിസ്ക് ഒന്ന് ചെക്ക് ചെയ്യണം. അത് അത്യാവശ്യം ഡാറ്റയൊക്കെ ഒന്ന് കോപ്പി ചെയ്യുക, അതായത് എസെൻഷ്യൽ സോഫ്റ്റ്വെയർസൊക്കെ ഒന്ന് കോപ്പി ചെയ്തിട്ട് പിന്നെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇനി ഓഫീസിനോട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത് ക്യാമറ അലോഡല്ല. അപ്പം ഇനി ഒന്ന് തിരിച്ചു വന്നിട്ട് പോകുമ്പോഴുള്ള വീഡിയോസ് കാണിക്കും. ഇതാണിപ്പം അവൾ പറഞ്ഞ ചേർച്ച്. വലിയ ചർച്ചാണല്ലോ. എനിക്കൊന്ന് ഇതിൽ സ്കൂള് കൂടിയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഞാനിപ്പോൾ അവളെ വെയിറ്റ് ചെയ്യുന്നു. ഒരു വണ്ടി ദൂരെ കാണുന്നുണ്ട്. യെസ്, അതാവാൻ സാധ്യതയുണ്ട്. ഒരു സ്കൂട്ടർ കാണുന്നുണ്ട്. നിങ്ങൾ കാണണ്ടേ ദൂരെ ലെഫ്റ്റ് സൈഡിൽ? ഇതാണ് അമൃത ഗണിക. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത് കമ്പനിയിൽ. അതായത് 2019 മാർച്ച് 4. അപ്പോൾ ഞങ്ങൾ 9 പേര് ഒരുമിച്ച് ജോയിൻ ചെയ്തതാണ്. ആ ടീമിലുള്ളതാണ് അമൃതയും. സിസ്റ്റം അസംബ്ലി ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇതാണ് സാധനം. അതായത് ഒരു സാറ്റ ഹാർഡ് ഡിസ്ക്, അതിൻ്റെ കേബിൾ, പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ജിയോ ഡോങ്കിൾ ഞാൻ ഓഫീസിൽ നടത്തിയിട്ടുണ്ട്. എല്ലാം ഓഫീസ് തന്നെയാണ് പേ ചെയ്യുന്നത്. അങ്ങനെ ഗുണമുണ്ട്. വരുന്നല്ലേ, ഭയങ്കര സംഭവം. ഓക്കെ, അപ്പോൾ അവളെ വീടെത്തി കേട്ടോ. ഞാനപ്പം വന്നിട്ട് ഫിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഞാനിപ്പം ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് സിസ്റ്റം റെഡി ആയിട്ടുണ്ട്.
ഞാനിപ്പം റിട്ടേൺ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം 2-3 സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കണം. ഇപ്പം 11:30 മണിയായി. 12 മണിക്കുള്ളിൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന്. സാധനം വാങ്ങിച്ചിട്ട് അതിനുള്ളിൽ എത്താമെന്ന് വിചാരിക്കുന്നു. ഈ മുമ്പത്തെ വണ്ടി വല്ലാണ്ട് ഇടങ്ങാറാക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇതിനെ പാസ് ചെയ്തിട്ട് ആ ഗ്യാസിന്റെ വണ്ടീൻ്റെ അടുത്തുനിന്ന് ഓവർടേക്ക് ചെയ്ത് റൈറ്റ് സൈഡിൽ കയറിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു പോക്ക്. അതെങ്ങനെയുണ്ട് ഗൈസ്? ഇവിടെ നിന്ന് കാണുമ്പോൾ ലോക്ക്ഡൗൺ ഒന്നായെന്ന് ഒരു ലക്ഷണമില്ല. കടകൾ അടച്ചെന്ന് മാത്രമേ ഉള്ളൂ, വണ്ടികളെല്ലാം പുറത്തുണ്ടല്ലോ. ഇപ്പം ഏയാടി എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് 2-3 സാധനങ്ങൾ മേടിക്കണം. ना बनाना पाउडर है ABC के बनाना पाउडर ABC के बनाना पाउडर मन्ना ഇതാണ് സാധനം മന്ന. ഇനിയിപ്പം പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ കൊതുകിനെ കൊല്ലുന്ന ബാറ്റാണ്. അതിപ്പോൾ എവിടെയൊന്നും ഉണ്ടാവില്ല. അപ്പം അത് വാങ്ങിക്കണമെങ്കിൽ ഈ ടൗണിൽ തന്നെ പോകണം. ടൗണിൽ പോകുമ്പോൾ വീണ്ടും ആസ്വദിക്കല്ലോ. ഏത് വഴി ഉള്ളിൽ കയറുന്നൊരു പിടുത്തം കിട്ടുന്നില്ല. 12 മണി അവരായാലോ. ഇപ്പം നമ്മൾ KPT സർക്കിളിലെത്തി. അവിടുന്ന് സ്ട്രെയിറ്റ് റൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ മുംബൈ ഹൈവേ, ലെഫ്റ്റ് കണ്ണൂരേക്ക് പോകുന്നതും സ്ട്രെയിറ്റ് നേരെ പോയാൽ മംഗലാപുരം ടൗണ്. നമുക്ക് ടൗണിലേക്ക് പോകാം. ഓക്കെ, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ചെക്കിങ് ഉണ്ടായി. ചെക്കിങ്ങിൽ ഞാൻ എൻ്റെ പാസ് കാണിച്ചപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ പറഞ്ഞു ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം എന്ത് ഓഫീസാണെന്ന് ചോദിച്ച കാര്യങ്ങൾ പോയിക്കെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല നമ്മൾ പറയാമെന്ന് വിചാരിക്കുന്ന പോലെ എല്ലാവരും വിചാരിക്കും കർണാടക പിന്നെ കേരള വണ്ടി കണ്ട പ്രശ്നമെന്നൊക്കെ. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല കേട്ടോ. അവരിങ്ങനെ ഒരു വേറെ പുറത്തുള്ള വണ്ടിയാണെന്നുള്ളൊരു ഇതൊന്നും എന്നോട് സംസാരിച്ചൊന്നുമില്ല. പാസ് ഉണ്ട് നോക്കി, പാസ് ഉണ്ട്, എവിടെയാണ് പോകുന്നത് ചോദിച്ചു. അതിപ്പം സാധാരണ എല്ലാവരും ചോദിക്കുന്ന കാര്യമല്ലേ, മാത്രം. അപ്പം ബിഗ് സല്യൂട്ട് കർണാടക പോലീസ്. പക്ഷെ ഇവിടെ നനയ്ക്കുന്ന ഇതുവരെ അങ്ങനത്തെ ഒരു വേർതിരിവൊന്നും എനിക്കിതുവരെ അനുഭവപ്പെട്ടില്ല. നല്ല ആൾക്കാരല്ലേ. ഞാനിപ്പം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ 3 വർഷമായിപ്പോൾ മംഗലാപുരത്ത് ജോലി ചെയ്യുന്നു. പിന്നെ ബോർഡർ ക്ലോസ് ചെയ്താൽ എന്തെങ്കിലും ഇവർക്ക് ഇവരുടേതായ ന്യായങ്ങളുണ്ടാവും. നമ്മൾ കണ്ണൂർ കാസർഗോഡ് റോഡ് അടച്ചിട്ടുണ്ടല്ലോ, അതേപോലെ പിന്നെ ആവശ്യമുള്ള എന്തായാലും എല്ലാവരും വിചാരിക്കുന്ന കാര്യം എന്താ, നമ്മുടെ കാര്യം നമ്മുടെ സൈഡ് റെഡിയാക്കണമെന്നല്ലേ. അത്രേ ഇവരെ ചെയ്തിട്ടുള്ളൂ. ഈ സ്ഥലങ്ങളെല്ലാം അത്യാവശ്യം കാലിയായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ആൾക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ TVSന്റെ ഷോറൂം ഉണ്ട്. വേണ്ട, ഷിപ്പിന്റെ ഡിസൈനിലാണ്. ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം എൻ്റെ വണ്ടി കേരള വണ്ടിയായിട്ടുള്ളൂ കേട്ടോ. ഇവിടുന്ന് കറങ്ങി നടക്കുന്നുണ്ടെന്ന് ഒരു വിവരം ഇവർക്ക് കിട്ടും. ഒരു കേരള വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് കുറേ കാലമായിട്ട്. പക്ഷെ ഞാൻ മാസ്ക് ഒക്കെ കാറിൻ്റെ ഉള്ളിലിട്ടിട്ട് പോകുന്നതുകൊണ്ട് ഇവർക്ക് അങ്ങനെ വലിയൊരു കലിപ്പ് ഉണ്ടാവില്ല. നമ്മളത് ശ്രദ്ധിച്ചാൽ പ്രശ്നമില്ലാതെ എവിടെയും നമുക്ക് ജീവിക്കാം അവരുടെ നിയമങ്ങൾ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ. ഏത് നാട്ടിൽ നമുക്ക്
നമുക്ക് പുറത്തുള്ള ആൾക്കാരൊന്നും അവരെ തോന്നിപ്പിക്കാതിരുന്നാൽ മതി. നമ്മൾ പെരുമാറ്റം കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ